സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, കൈകളിലുള്ള ഈ ഉപകരണത്തിൽ കാഴ്ചകൾ പലതും വരും. ചില സോഷ്യൽ മീഡിയയിൽ ചില ആപ്ലിക്കേഷനുകൾ നിങ്ങൾ തുറന്നാൽ വൃത്തികേടല്ലാതെ നിങ്ങളുടെ കൺമുന്നിൽ വരികയില്ല. പ്രിയമുള്ളവരെ, അത്തരം വൃത്തികേടുകൾ നമ്മുടെ ഹൃദയം നശിപ്പിക്കുന്ന, നമ്മുടെ ഈമാൻ ഇല്ലാതാക്കുന്ന വൃത്തികേടുകൾ നോക്കുമ്പോൾ സഹോദര, നീ അറിയുക, അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഏഴാകാശങ്ങൾക്ക് മുകളിൽ റബ്ബ് നിന്നെ കാണുന്നുണ്ട്. ഒരു ചെറിയ കുട്ടി നിന്നെ നോക്കിക്കൊണ്ടിരിക്കവേ നീ ആ വൃത്തികേട് നോക്കുമോ? എന്റെ റബ്ബിനെ, ആ കുട്ടിയുടെ വില പോലും നിനക്കില്ലാതായി പോയി. വലിയ ആളുകളുടെ മുന്നിൽ നീ ബഹുമാനിക്കുന്നവരോട് അവരുടെ മുന്നിൽ വൃത്തികേട് ചെയ്യാൻ നിനക്ക് ലജ്ജ തോന്നുകയില്ലേ? എന്റെ റബ്ബിനോട് നിനക്ക് ലജ്ജയില്ലാത്ത നിന്റെ കൂടെയുള്ള കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മലായികത്തുണ്ട്. അവരുടെ മുന്നിൽ പോലും അവർ നിന്റെ കൂടെ ഉണ്ട്. എന്റെ നിനക്ക് ലജ്ജയില്ലാത്ത നീ ചെയ്യുന്ന തിന്മകൾ കാറ്റിൽ അലിഞ്ഞു പോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അത് മണ്ണിൽ കുഴിച്ചുകൂടപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. തിന്മകളുടെ അനന്തരഫലം നാം അനുഭവിക്കേണ്ടി വരും. വിചാരിക്കാത്ത രൂപത്തിലായിരിക്കും. സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇണകളിൽ, ആരോഗ്യത്തിൽ, ദീനിൽ, അറിവിൽ, ഇതിലെല്ലാം തിന്മകളുടെ അനന്തരഫലം ഉണ്ടായേക്കും. അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖില്ലാഹ ഹൈതുമാ കുൻത, എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, ഒരു തിന്മ ചെയ്തു പോയാൽ ഉടനെ നന്മ ചെയ്യുക. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നമ്മുടെ സഹോദരിമാരെ, പെൺമക്കളെ, പ്രിയമുള്ളവരെ, ഉത്തരവാദിത്തമുള്ളവർ, അവരുടെ കാര്യം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികൾ ആരുമായിട്ടൊക്കെയാണ് ബന്ധം സ്ഥാപിക്കുന്നത്. അവരുടെ കയ്യിലുള്ള ഈ ഉപകരണത്തിലൂടെ വൃത്തികെട്ട ആളുകളുമായി അവർക്ക് ബന്ധമുണ്ടോ? ശ്രദ്ധിക്കുക. പ്രിയ സഹോദരിമാർ, ഇസ്ലാമിക വേഷം അവരുടെ ജീവിതത്തിൽ പാലിക്കുക. ഔറത്ത് മറക്കുക. പുരുഷന്മാരോട് പുരുഷന്മാരെ പോലെയല്ല സ്ത്രീകൾ ഇടപെടേണ്ടത്. മറിച്ച് അല്ലാഹു പുരുഷനും സ്ത്രീക്കും, പുരുഷനെ കുറിച്ചും സ്ത്രീയെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് ഓരോരുത്തർക്കും അവരുടെ നിയമം നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ട് അവയവങ്ങളാണ്, ഉള്ളു പൊള്ളയായ രണ്ട് അവയവങ്ങളാണ് ആളുകൾ ഏറ്റവും അധികം നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്. ഒന്ന് നാവും, മറ്റൊന്ന് ലൈംഗിക അവയവുമാണ്. സൂക്ഷിക്കുക സഹോദരങ്ങളെ.